സൺസു രചിച്ച യുദ്ധകലയുടെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ഇതിൽ അനാവരണം ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒന്നാണ് അതിൻ്റെ സൈനിക നീക്കങ്ങൾ. നന്നായി ഗൃഹപാഠം ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കലയാണ്, യുദ്ധകല. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും വിളനിലമാണ് യുദ്ധഭൂമി. നാശത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാത കൂടിയാണത്. അതിനാൽ യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് അതേപ്പറ്റി സൂക്ഷ്മമായ വിലയിരുത്തലുകൾ അനിവാര്യമാണ്. 5 പ്രധാന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം അത് നടത്തേണ്ടത്. അതിൽ പരമപ്രധാനമായത് മാർഗമാണ്. ഏതു കാലാവസ്ഥയിലാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന അറിവാണ് രണ്ടാമത്തേത്. യുദ്ധം ചെയ്യേണ്ട ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കലാണ് മൂന്നാമത്തേത്. ആരാണ് നേതൃത്വം നൽകേണ്ടതെന്നാണ് നാലാമത്തെ കാര്യം. അച്ചടക്കമാണ് അഞ്ചാമത്തെ കാര്യം. വരാൻ പോകുന്ന ആപത്തിനെ ഭയക്കാതെ മരണമായാലും ജീവിതമായാലും നേതൃത്വം ആവശ്യപ്പെടുന്ന അതേ ലക്ഷ്യത്തിലേക്ക് സൈനികരെ അണിനിരത്തുക എന്നതാണ് മാർഗം. ഏതു കാലാവസ്ഥയിൽ യുദ്ധം ചെയ്യുന്നതാണ് വിജയം സുനിശ്ചിതമാക്കുന്നതിന് അഭികാമ്യം എന്നത് യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് വിലയിരുത്തപ്പെടണം. യുദ്ധം ചെയ്യേണ്ട പ്രദേശത്തേക്കുള്ള ദൂരം, അതിൻ്റെ സവിശേഷതകൾ, ആവശ്യമായ മുൻകരുതലുകൾ, അവിടേക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുകൾ, എത്തിപ്പെടാനുള്ള എളുപ്പമാർഗങ്ങൾ എന്നിവയെല്ലാം ഭൂപ്രദേശം എന്നതിൽ ഉൾപ്പെടുന്നു. യുദ്ധം നയിക്കുന്നവൻ്റെ ബുദ്ധിപരതയാണ് നേതൃത്വം അർത്ഥമാക്കുന്നത്. ആത്മാർത്ഥത, മാനുഷിക മൂല്യങ്ങളിൽ വിശ്വാസം, ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള ധീരത, അതിനേക്കാളേറെ നല്ല കാർക്കശ്യക്കാരനുമായിരിക്കുക എന്നതെല്ലാം നേതൃത്വത്തിൻ്റെ സവിശേഷതകളാണ്. ആജ്ഞകളെ സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സംഘടനാ ക്രമീകരണം ഏതൊരു സൈന്യത്തിനും അനിവാര്യമാണ്. ജലം പോലെ എപ്പോൾ വേണമെങ്കിലും രൂപം മാറാനുള്ള വഴക്കം സൈന്യത്തിനുണ്ടാവണം. കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ ഒരിക്കലും മുൻകൂട്ടി വെളിപ്പെടുത്തരുത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ആസ്ഥാനത്തിരുന്ന് വിജയം ദർശിക്കുന്ന സൈനിക മേധാവിയുള്ള പക്ഷമാണ് തന്ത്രപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പക്ഷം. ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലെ ദോഷങ്ങളെക്കുറിച്ച് നന്നായി അറിയാത്തവർക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അറിവുണ്ടാവുകയില്ല. സൈന്യത്തെ വിദഗ്ധമായി ഉപയോഗിക്കുവാൻ അറിയുന്നവൻ ഒരിക്കലും സൈന്യത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കില്ല. ബുദ്ധിമാനായ ഒരു ജനറൽ സൈന്യത്തെ തീറ്റിപ്പോറ്റുന്നതിന് ശത്രുവിൻ്റെ സമ്പത്ത് ഉപയോഗിക്കുന്നു. ശത്രുവിൻ്റെ പക്കൽ നിന്നും കണ്ടെത്തുന്ന ഓരോ പൗണ്ട് ഭക്ഷണവും നിങ്ങൾ സ്വയം നൽകുന്ന 20 പൗണ്ടിന് തുല്യമാണ്. ഒരു സൈനിക നടപടിയിലെ പ്രധാന കാര്യം പിടിവാശിയല്ല, വിജയമാണ്. രാജ്യസുരക്ഷയുടെയും ജനജീവിതത്തിൻ്റെയും ചുമതല സൈനിക മേധാവിയുടെ ഉത്തരവാദിത്തമാണ്.